നമസ്കാരം. തരത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്ന ലോറി ഉടമ മനാഫ് ധർമ്മസ്ഥലയെക്കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞിരുന്നു. ഇവിടെ കുഴിച്ചാൽ 100 മൃതദേഹങ്ങൾ വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ന്യൂസ് 18 ലേഖകന് ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്തെ കാട് പിടിച്ചു കിടന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ച് കൊടുത്തയാളാണ് ലോറി ഉടമ മനാഫ്. ന്യൂസ് 18 കാണിച്ച ആ ദൃശ്യങ്ങളൊന്നും ഹിന്ദു വിശ്വാസികളായ ആർക്കും എളുപ്പം മറക്കാനാവില്ല. യൂട്യൂബറായ സമീർ AI ഉപയോഗിച്ച് ഒരു അപസർപ്പക കഥ പോലെ എടുത്ത വീഡിയോയാണെന്ന് അവസാനം അതാണ് സത്യമെന്നും ആണയിട്ടയാളാണ് ലോറി ഉടമ മനാഫ്. 10 ലക്ഷം പേർ ഈ വ്യാജ വീഡിയോ കണ്ടിരുന്നു. തന്റെ മകളായ MBBS വിദ്യാർത്ഥിനിയെ ധർമ്മസ്ഥലയിൽ തൊഴാൻ ചെന്ന ശേഷം കാണാതായി എന്ന കള്ളപ്പരാതിയുമായി വന്ന സുജാത ഭട്ട് എന്ന സ്ത്രീയെ ന്യായീകരിച്ച് എത്രയോ വീഡിയോകൾ ലോറി ഉടമ മനാഫ് ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ സുജാത ഭട്ട് നുണ പറയുന്നതായി പോലീസ് കണ്ടെത്തിയ നിമിഷം സുജാത ഭട്ട് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ സുജാത ഭട്ട് എന്റെ അണ്ടറിലുണ്ട് എന്ന് പറഞ്ഞയാളാണ് ലോറി ഉടമ മനാഫ്. ഇത് അന്ന് വലിയ വിവാദമായി മാറിയിരുന്നു. ഇപ്പോഴിതാ ധർമ്മദേവതകൾ പ്രസാദിച്ച 50,000 പേർക്ക് വരെ ദിവസവും സദ്യ നൽകുന്ന ധർമ്മസ്ഥല ക്ഷേത്രം പവിത്രമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 3900 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെയുടെ കൈകൾ പരിശുദ്ധമാണെന്നും തെളിഞ്ഞു. ധർമ്മസ്ഥലയിലെ ഭൂമാഫിയ, മതപരിവർത്തന ലോബികൾ, RSSനെയും സനാതന ധർമ്മത്തെയും ചുട്ടരിക്കാനുള്ള സംഹാരദാഹമുള്ള ദ ന്യൂസ് മിനിറ്റ് പോലുള്ള മാധ്യമങ്ങളും ചില കോൺഗ്രസ് നേതാക്കളും ജിഹാദി സംഘങ്ങളും കൈകോർത്ത് കെട്ടിച്ചമച്ച വലിയൊരു കള്ളക്കഥയായിരുന്നു ധർമ്മസ്ഥലയിൽ സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടുന്നു എന്നത്. ഈ ഗൂഢാലോചന സംഘം മുന്നിൽ നിർത്തിയ മഹേഷ് ഷെഡ്ഡി തിമരോടി, ഗിരീഷ് മട്ടാനവർ, D. ജയൻ, വീതൽ ഗൌഡ, സുജാത ഭട്ട് എന്നിവരെയാണ് പ്രതികളായി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. 3900 പേജുള്ള അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉപയോഗിച്ച് നിരവധി പേരെ ചോദ്യം ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് നൽകിയത്. വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരമനുസരിച്ച് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടാണ്. ഇനി ഫോറൻസിക് റിപ്പോർട്ടും കൂടി കിട്ടാനുണ്ട്. പക്ഷെ അതിനി ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കാനാവില്ല. ധർമ്മസ്ഥലയിൽ ജോലി ചെയ്ത ചിന്നയ്യ എന്ന ആളുടെ മൊഴിയിൽ നിന്നാണ് കേസിന്റെ തുടക്കം. പിന്നീട് യൂട്യൂബറായ സമീർ എന്ന യുവാവ് AI സഹായത്തോടെ ധർമ്മസ്ഥലയിൽ തൊഴാൻ വരുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൂട്ടത്തോടെ കുഴിച്ചിടുന്നതായി ഒരു വീഡിയോ ചെയ്തു. 10 ലക്ഷത്തിലധികം പേർ ഈ വീഡിയോ കണ്ടതോടെയാണ് ധർമ്മസ്ഥലയിലെ സ്ത്രീകളുടെ കൂട്ടക്കൊലപാതകം എന്ന ആരോപണം വിവാദമായത്. ധർമ്മസ്ഥലയിൽ താൻ സ്ത്രീകളുടെയും കുട്ടികളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്തിട്ടുണ്ടെന്ന ചിന്നയ്യ എന്ന ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയത്. ഇയാൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന പ്രമുഖ അഭിഭാഷകൻ രംഗത്തെത്തിയതോടെ കേസ് ചൂടുപിടിച്ചു. നിവർത്തിയില്ലാതെ സിദ്ധരാമയ്യ പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ചിന്നയ്യ പറഞ്ഞ ഇടത്തെല്ലാം പ്രത്യേക അന്വേഷണ സംഘം ബുൾഡോസറും മറ്റുപയോഗിച്ച് കിളച്ചു മറിച്ചു നോക്കി. 10 പേരുടെ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ പ്രദേശത്തെ ജനങ്ങൾ ചേർന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ധർമ്മസ്ഥല ക്ഷേത്രാധികാരികൾക്കെതിരെ വലിയ സമരം അഴിച്ചുവിട്ടു. അതിനിടെ തങ്ങളുടെ ഭൂമികൾ ക്ഷേത്രാധികാരികൾ അനധികൃതമായി പിടിച്ചെടുത്തെന്ന് ആരോപിച്ച് ചിലർ രംഗത്ത് വന്നു. ഇവർ മതപരിവർത്തന ലോബികളുടെ ഏജന്റുമാരായിരുന്നു. ക്ഷേത്രം ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെയെ വരെ ജനം സംശയിച്ചു. സാമൂഹ്യ സേവനത്തിന് പത്മവിഭൂഷൺ വരെ നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം. ദ ന്യൂസ് മിനിറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വൻതോതിൽ ധർമ്മസ്ഥലക്കെതിരെ ആഞ്ഞടിച്ചു. ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെ വരെ ഇവർ കരിവാരിത്തേച്ചു. കേരളത്തിലെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ധർമ്മസ്ഥലക്കെതിരെ ഇല്ലാത്ത നുണക്കഥകൾ പുറത്തെത്തിച്ചുകൊണ്ടിരുന്നു. മാധ്യമങ്ങളെ കൂട്ടത്തോടെ ധർമ്മസ്ഥലയിൽ എത്തിച്ചത് മനാഫ് എന്ന ലോറി ഉടമയാണ്. ഇയാൾ മീഡിയ കോർഡിനേറ്ററായി ചമഞ്ഞ് എല്ലാ മാധ്യമങ്ങളെയും ധർമ്മസ്ഥലയിൽ എത്തിച്ചു. സ്വന്തം യൂട്യൂബിലൂടെയും ഇയാൾ നുണക്കഥകൾ പരത്തി. 3900 പേജുള്ള റിപ്പോർട്ട് വലിയൊരു ഗൂഢാലോചനയാണ് പുറത്തു കൊണ്ടുവന്നത്. ധർമ്മസ്ഥലക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും വ്യാജമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ലോറി ഉടമ മനാഫ് തോറ്റു. ധർമ്മദൈവങ്ങളും ധർമ്മസ്ഥല ക്ഷേത്രം ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയും ജയിച്ചു.